നിലമ്പൂരിലെ 263 പോളിംഗ് ബൂത്തുകളിലും ക്യൂ നിന്ന വോട്ടർമാരിൽ 9 പേരിൽ ഒരാൾ PV അൻവറിനെ പിന്തുണയ്ക്കുന്ന വോട്ടറായിരുന്നു. അങ്ങേയറ്റത്തെ പൊളിറ്റിക്കൽ ജലസിയും പുച്ഛവും ഒരലങ്കാരമായി കൊണ്ടു നടക്കുന്ന VD സതീശൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാൻസിൻ്റെയും ശ്രദ്ധയിലേക്കാണ് ഇക്കാര്യം പറയുന്നത്. PV അൻവറിനെ ഒഴിവാക്കി നിർത്തിയത് എന്തോ മഹാകാര്യമാണ് എന്നുള്ള മട്ടിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഒരു കൂട്ടം UDFകാർ നടത്തുന്ന ആഘോഷങ്ങൾ കാണുമ്പോൾ നിലമ്പൂരിൽ വോട്ട് ചെയ്തവരിൽ 9-ൽ ഒരാൾ PV അൻവറിനോടൊപ്പം നിൽക്കുന്നയാളാണ് എന്ന് പറയുമ്പോൾ ആ ഗൗരവം തിരിച്ചറിയാനുള്ള സാമാന്യ രാഷ്ട്രീയ ബുദ്ധി ഉണ്ടാകണം. 19,760 എന്ന വോട്ട് കണക്കിനപ്പുറത്ത് നിലമ്പൂരിൽ, ഏത് നിലമ്പൂരിൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും സംസ്ഥാന മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരുടെയും MLAമാരുടെയും CPMൻ്റെ ഉന്നത നേതാക്കന്മാരുടെയും കാർമ്മികത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു വശത്ത്, പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ലീഗിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർമാരും എല്ലാവരും കോൺഗ്രസിൻ്റെയും UDF ഘടകകക്ഷികളുടെയും മുഴുവൻ MLAമാരും MPമാരും തമ്പടിച്ചു കിടന്ന് പ്രചരണം നടത്തിയ നിലമ്പൂർ. ആ നിലമ്പൂരിൽ 9 വർഷത്തെ MLA സ്ഥാനത്തിൻ്റെ മാത്രം പിൻബലത്തിൽ PV അൻവർ താൻ മുന്നോട്ട് വച്ച ആശയവുമായി നടന്നു കയറി 19,760 വോട്ട് പിടിച്ചെങ്കിൽ അയാൾ നിസ്സാരക്കാരനല്ല തന്നെ. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഇലക്ഷൻ മാനേജറാണ് താനെന്ന് PV അൻവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അത് വയനാട് പാർലമെൻറ്റിൽ സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴും പിന്നീട് ഏറനാട്ടിൽ മത്സരിച്ചപ്പോഴും കഴിഞ്ഞ 2 തവണ നിലമ്പൂരിൽ മത്സരിച്ച് വിജയിച്ചപ്പോഴും PV അൻവർ തെളിയിച്ചതാണ്. ആ അൻവറിനെയാണ് രാഷ്ട്രീയമായ അസൂയ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ വ്യക്തിപരമായ നിർബന്ധം കൊണ്ട് മാത്രം സതീശനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളും അകറ്റി നിർത്താൻ ശ്രമിച്ചത്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടതുപക്ഷത്തിനെതിരായി നടത്തുന്ന പോരാട്ടത്തിന് കരുത്ത് കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം. പിന്നെ ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തി ആഭ്യന്തരമന്ത്രിയാവണം, വനംവകുപ്പ് മന്ത്രിയാകണം എന്നൊക്കെ പറഞ്ഞ് കിളി പോകുന്ന മാനസികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയോ എന്ന് തോന്നിപ്പിച്ചെങ്കിലും അതുപോലും നിലമ്പൂരിലെ തൻ്റെ വോട്ടർമാരെ തനിക്കനുകൂലമായി ഉറപ്പിച്ചു നിർത്താനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് ഈ ഘട്ടത്തിൽ തിരിച്ചറിയേണ്ടി വരുന്നു. അത് കിളി പോയതൊന്നുമല്ല. വളരെ കൃത്യമായി ആസൂത്രിതമായി തൻ്റെ ഓരോ വാർത്താ സമ്മേളനങ്ങളും തൻ്റെ വോട്ടർമാരിൽ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ അൻവറിന് സാധിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLAമാരും MPമാരും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഉള്ള ആ ഒരു വലിയ സംഘം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവിടെ നിന്നങ്ങ് പോയി. ഇനി അവിടെ ഉണ്ടാകുന്നത് ആരാണ്? അവിടുത്തെ UDF സംവിധാനം, അവിടുത്തെ LDF സംവിധാനം, അവിടുത്തെ അൻവറിൻ്റെ സംവിധാനം. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോടൊപ്പം കരുത്തരായ ഒരു സംഘമുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ ഓരോ പഞ്ചായത്തിൻ്റെയും ചുമതല അദ്ദേഹം ഏൽപ്പിച്ചിരുന്നത് VS മനോജ് കുമാറിനെ പോലെ, KT അബ്ദുറഹ്മാനെ പോലെ, ഹംസയെ പോലെ, വാസുവിനെ പോലെയുള്ള സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ. അവരൊന്നും വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മേലങ്കി എടുത്ത് അണിഞ്ഞിട്ടുള്ളവരല്ല. അപ്പോൾ മനോജ് കുമാറൊക്കെ കേരളത്തിലെ വിവിധ കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംസ്ഥാന നേതൃതലത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ പ്രാദേശികമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അങ്ങനെയുള്ളവർ അൻവറിനോടൊപ്പമുണ്ട്. അവരൊക്കെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് അൻവറിന് വേണ്ടി ഇനിയും പണിയെടുക്കാനുണ്ടാകും. ഈ പറയുന്ന മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ഒന്നും ഈ ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഇനി ഒരു ജനറൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും വന്നൊരു റാലി നടത്തി പോകുന്നതല്ലാതെ സ്വന്തം തടി കഴിച്ചിലാവാതെ നോക്കേണ്ടുന്ന അവസ്ഥയിൽ അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ LDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനോ വേണ്ടി അവരുടെ സമയം ചെലവഴിക്കില്ലല്ലോ. ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതൊക്കെ നടക്കും. അങ്ങനെ പ്രചണ്ഡ പ്രചരണം നടന്ന ഒരിടത്താണ് PV അൻവർ നേട്ടമുണ്ടാക്കിയതെന്ന് ആലോചിക്കണം. ഇത്
ഒരു പൊതു തെരഞ്ഞെടുപ്പിനോടൊപ്പമുള്ള ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ അൻവറിന് ഇതിൻ്റെ ഇരട്ടിക്കപ്പുറത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ മുന്നണികളെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. അവിടെയാണ് അൻവറിൻ്റെ മികവ് കാണേണ്ടത്. അദ്ദേഹം എല്ലാ ബൂത്തിലും വോട്ട് പിടിച്ചു. ശരാശരി ഒരു ബൂത്തിൽ നിന്ന് 75 വോട്ട് പി വി അൻവറിന് നേടാൻ സാധിച്ചു. അതൊരു ചെറിയ കാര്യമല്ലെന്നേ. അൻവറിനെ പോലെ ഒരാൾ ഇത്രയും വലിയ നേതാക്കന്മാരുടെ ഒഴുക്കുണ്ടായ ഇടം, വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഇടം, അവിടെ വീട് വീടാന്തരം കയറിയിറങ്ങി അൻവറും നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളും നേതൃത്വം നൽകിയ ഒരു സംഘം ഈ 19,760 വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബൂത്തിൽ നിന്ന് ശരാശരി 75 വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. കാരണം എം സ്വരാജിന് അവിടെ ഒരു ബൂത്തിൽ നിന്ന് ശരാശരി കിട്ടിയിരിക്കുന്നത് 225 വോട്ടാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ 75 വോട്ട് ഒരു ബൂത്തിൽ നിന്ന് പിടിക്കാൻ സാധിക്കുന്നു പി വി അൻവറിന് ഒറ്റയ്ക്ക് നിന്ന്. അതും ഇത്രയും വലിയ കോലാഹലം എതിർ രണ്ട് ചേരികളിൽ നിന്നും ഉണ്ടാകുന്നൊരവസരത്തിൽ. ബി ജെ പിയും അവിടെ കുറവൊന്നും ആയിരുന്നില്ല. അപ്പോൾ 3 പേരും ഒരുപോലെ അവരുടെ അധികാര സ്വാധീനത്തിൻ്റെയും പണത്തിൻ്റെയും അവരുടെ പൊളിറ്റിക്കൽ പവറിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഏകനായ അയാൾ നടക്കുകയായിരുന്നു. ഒരു അഭ്യർത്ഥന നോട്ടീസ് മാത്രം, പോസ്റ്ററുകളില്ല, കുറേ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളും കുറേ ഫ്ലെക്സ് ബോർഡുകളും മാത്രം, ആകെ യൂസഫ് പത്താൻ വന്ന് ഉണ്ടാക്കിയ ഓളം മാത്രം. ബാക്കിയൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് തൻ്റെ കാര്യം പറയാനുള്ള അവസരമാക്കി മാറ്റുകയായിരുന്നു. ശരിക്കും മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ 263 ബൂത്തുകളിലും പി വി അൻവറിന് ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളിൻ്റെ ആവശ്യം അതിനകത്തില്ല എന്നാണ് പി വി അൻവർ നിലപാടെടുത്തത് അത്രേ. അതിനു പകരം ആ അകത്തിരിക്കാൻ തയ്യാറാകുന്ന ആൾ പുറത്തു നിന്നാൽ വോട്ടർമാരെ പരമാവധി ബൂത്തുകളിൽ എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും എന്ന ഒരു തന്ത്രമാണ് പി വി അൻവർ സ്വീകരിച്ചത്. ഇനി കള്ളവോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ UDF-കാരൻ്റെ ഏജന്റ് ഉണ്ട്, CPM-ൻ്റെ ഏജന്റ് ഉണ്ടാകും, BJP-യുടെ ഏജന്റ് ഉണ്ടാകും. അവർ തമ്മിൽ അത് കണ്ടുപിടിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊള്ളട്ടെ. വോട്ടർമാരെ ബൂത്തിലെത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ ആ ചിന്തയും ബുദ്ധിയുള്ളതായിരുന്നു. കാരണം 263 ബൂത്തിൽ ഒരു 2 പേരെ വെച്ച് അങ്ങനെ നിയോഗിക്കുകയാണെങ്കിൽ അതിനും വേണം 500-ലധികം പേർ. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുകയാണ്. ആ 500-ലധികം പേർ ഫീൽഡിൽ നിന്ന് പണിയെടുത്തു തെരഞ്ഞെടുപ്പ് ദിവസവും. അതിൻ്റെ പ്രതിഫലം പി വി അൻവറിന് കിട്ടി. ഒരു ബൂത്തിൽ നിന്ന് 75 വോട്ട് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഇത്രയും വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ യുദ്ധം നടന്ന ഇടത്ത്, നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷ നേതാവും BJP-യുടെ കേന്ദ്രമന്ത്രിമാരും ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും തങ്ങൾ കുടുംബാംഗങ്ങളും ഒക്കെ ഇറങ്ങി നിന്ന് ഉഴുതുമറിച്ച ഒരു മണ്ണിൽ ഈ 9 പേരിൽ ഒരാളെ തന്നോടൊപ്പം ഉറപ്പിച്ചു നിർത്താൻ പി വി അൻവറിന് സാധിച്ചെങ്കിൽ അയാളെ നിസ്സാരമായി കാണേണ്ടതില്ല എന്നു മനസ്സിലാക്കാൻ ഒരു രാഷ്ട്രീയ ബുദ്ധിയും വേണ്ട, ഭയങ്കരമായിട്ട് അങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുകയൊന്നും വേണ്ട. പി വി അൻവർ ഒപ്പമുണ്ടെങ്കിൽ അത് UDF സംവിധാനത്തിന് ഗുണകരമാകും എന്ന തിരിച്ചറിവ് മാത്രമുണ്ടായാൽ മതി. ആ സാമാന്യമായ തിരിച്ചറിവ് ഉണ്ടാകാതെ പോകുന്നു. വീണ്ടും പറയുന്നു, കേരള പ്രവാസി അസോസിയേഷൻ എന്നോ മറ്റോ പറയുന്ന ഏതോ 3-4 പേരുള്ള ഒരു സംഘടനയ്ക്ക് ഒരു ബൂത്തിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്നാൽ 3 വോട്ട് പോലും പിടിക്കാൻ സാധിക്കാത്ത പി വി അൻവർ ഓരോ ബൂത്തിൽ നിന്ന് 75 വോട്ട് പിടിച്ചെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്നാൽ 75 വോട്ട് മൊത്തത്തിൽ പിടിക്കാൻ സാധിക്കാത്ത ഒരു സംഘടനയ്ക്ക് UDF-ന്റെ അസോസിയേറ്റ് അംഗത്വം നൽകാൻ VD സതീശൻ ചെയർമാനായിരിക്കുന്ന ആ സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പി വി അൻവറിനെ ഒഴിവാക്കി നിർത്തുന്നത് രാഷ്ട്രീയമായ അഹങ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് രാഷ്ട്രീയമായ വിഡ്ഢിത്തമാണ്. ഇവിടെ UDF ജയിച്ചു. UDF ജയിച്ചതെങ്ങനെ? UDF സംവിധാനം, ലീഗ് ചോർന്നുപോയ വോട്ടുകളെ മുഴുവൻ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നം നടത്തിയതുകൊണ്ട്. എന്നിട്ടും കഴിഞ്ഞ തവണ നേടിയ വോട്ടിനപ്പുറത്തേക്ക് ഒരു വോട്ട് പോലും നേടാൻ സാധിച്ചിട്ടില്ലല്ലോ. 1000-ഓളം വോട്ട് കുറയുകയല്ലേ ചെയ്തത്. അപ്പോൾ പിന്നെ എന്ത് അഭിമാനബോധത്തോടു കൂടിയാണ് ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ ആഘോഷിക്കുന്നത്? ജയമാണ്, 11,000 വോട്ടിന് ജയിക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല. LDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും UDF ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഈ പാടിപ്പുകഴ്ത്തി നടക്കുന്ന ഭരണവിരുദ്ധ വികാര വോട്ട് എന്ന് പറയുന്ന സാധനം കൂടുതലായി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഈ 78,000 വോട്ട് പ്രകാശ് നേടുന്ന സാഹചര്യത്തിൽ
കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കുമല്ലോ. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ലാതിരുന്ന വേളയിൽ 78,000 വോട്ട് നേടിയ UDF ഇപ്പോൾ UDF അവകാശപ്പെടുന്ന ഭരണവിരുദ്ധ വികാരമുള്ള അവസരത്തിൽ അതിനേക്കാൾ 1000 വോട്ട് കുറച്ചേ നേടിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരെ പറ്റിക്കാൻ പറയുന്ന ഡയലോഗുകളാണ്. അവിടെയാണ് PV അൻവർ പ്രസക്തമാകുന്നത്. അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അന്തസ്സായി ഈ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അതിന് സാധിക്കില്ല. കാരണം അൻവർ അവിടെ കൃത്യമായി തൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, തൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് വൈഭവം ഉപയോഗപ്പെടുത്തി അത് പൂർണ്ണമായി വിജയിക്കുകയും ചെയ്തു.